എല്ലാ ദിവസവും തല പുണ്ണാക്കി ആലോചിച്ച് രാവിലെ എന്താ കറി വയ്ക്കുക എന്നുള്ള ആ ഒരു എന്താ പറയുക വലിയൊരു ടാസ്ക് ഇന്നത്തെ എൻ്റെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ച കറി ഉണ്ടാക്കി. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ച കറി പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. തേങ്ങ വിൽക്കണ വിലയ്ക്ക് ഇപ്പോൾ തേങ്ങയൊന്നും നമുക്ക് അരയ്ക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ സിമ്പിളായിട്ട് ഒരു കറി വെച്ചു. പിന്നെ അതാ ഇന്നലെ മീൻ വറുക്കാൻ വരട്ടി വെച്ചിട്ടുണ്ടായി. അത് വറുത്തിട്ടോ. പണ്ട് ഇതുപോലെ ഷേപ്പിലുള്ള കുറിച്ചുമീൻ കിട്ടുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല ഉണക്കമീൻ വറുക്കുമായിരുന്നു. ഇത് മുള്ളൻ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക പറയണേ. പിന്നെ രാവിലെ എൻ്റെ കെട്ടിയവന് റൊട്ടി വേണമെന്ന് പറഞ്ഞു. റൊട്ടി ഞാനിവിടെ എവിടെയൊക്കെയാണ് ഓടി നടക്കുന്നതെന്നാണോ ക്യാമറയും കൊണ്ട്. ഞാനോർത്ത് ക്യാമറ ഓഫാണെന്ന്. ഓണായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഇതവിടെ ബീട്രൂട്ടും നല്ല പരിപ്പും കൂടെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി വെച്ചിട്ടുണ്ട്. ഇത് റൊട്ടിക്കാണെന്ന്. റൊട്ടി എന്താണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. നിങ്ങളിതൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും എന്നാലും. പിന്നെ ഇന്നലെ കുറച്ച് നല്ല മാങ്ങ കിട്ടി കേട്ടോ. നല്ല അടിപൊളി മാങ്ങ, നല്ല ഇതായിരുന്നു. എന്താ പറയുക, മധുരം ഭയങ്കരമായിരുന്നു. പിന്നെ ഇതാ കുറച്ച് പേരക്കയും കിട്ടി. അതൊക്കെ എടുത്തിനി കഴുകി മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് പാസ്തയാണ് ഉണ്ടാക്കിയത്. ആദ്യം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, ഈ പാസ്ത ഇട്ടു. പാസ്ത ഇട്ടതിന് ശേഷം ഈ പാസ്തയിൽ കുറച്ചേ ഉള്ളൂ ചീസ് മാക്രോണി ഇട്ടതിന് ശേഷം കുറച്ച്. പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ വേറെ മഷ്റൂമിൻ്റെ പാസ്ത ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇടാമെന്നും പറഞ്ഞ് രണ്ടും കൂടെ ഞാനങ്ങ് മിക്സ് ചെയ്തിട്ടു. അപ്പോൾ ഇനി കഴിക്കുന്നവർക്കറിയാം എൻ്റെ രുചി എന്താണെന്ന്. പിന്നെ നാളത്തേക്ക് ഇഡലി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അരിയും ഉഴുന്നും ഒക്കെ ഞാൻ രാവിലെ നനയാൻ എടുത്തിട്ടു. അല്ലെങ്കിൽ നാളെ ഇനി ടിഫിൻ എന്താണെന്നുള്ളതായിരിക്കും നമ്മുടെ ചിന്ത. പിന്നെ അത് നനയിടുമ്പോൾ ഞാൻ ഉലുവയിടും. നിങ്ങളിടാറുണ്ടോ പറയണേ. ഇതാ നമ്മുടെ മാക്രോണി പാസ്ത എല്ലാം കൂടെ ഒരുമിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതാ ഇതൊക്കെ കഴിഞ്ഞു. അരിയെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. മുഖവും കഴുകി ഞാൻ ഇനി നേരെ പോയി ഒരുങ്ങാൻ പോവാണ്. ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.